ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ പറയാൻ വന്നിരിക്കുന്ന ഒരു ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാഹനത്തിൻ്റെ ക്ലച്ച്. ഇപ്പോൾ ഒരു ക്ലച്ച് നിങ്ങൾ റീപ്ലേസ് ചെയ്തു എന്ന് വെക്കുക. അതായത് ക്ലച്ച് എപ്പോഴാണ് റീപ്ലേസ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ക്ലച്ചിനൊരു കംപ്ലയിൻറ്റ് വരുന്ന സമയത്ത്, അതായത് ക്ലച്ചിന് എന്തെങ്കിലും സ്ലിപ്പോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു പുള്ളിംഗ് ലെസ്സോ കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് നമ്മൾ സാധാരണ നമ്മുടെ വാഹനത്തിൻ്റെ ക്ലച്ച് റീപ്ലേസ് ചെയ്യുന്നത്. അങ്ങനെ നിങ്ങൾ ക്ലച്ച് റീപ്ലേസ് ചെയ്തതിന് ശേഷം പിന്നെയും വാഹനത്തിന് ക്ലച്ച് സ്ലിപ്പ് ഉണ്ടായെന്ന് വെക്കുക. അതായത് ഫസ്റ്റ് ഗിയറിൽ നിന്ന് നമ്മൾ അത്യാവശ്യം RPM കയറ്റി കഴിയുമ്പോഴത്തേക്ക് സ്പീഡ് കയറുന്നതിന് പകരം എൻജിൻ വെറുതെ റേസ് ആകുന്നു. സെക്കൻഡ് ഗിയറിലോട്ട് ഇട്ടു, അത്യാവശ്യം ചെറിയൊരു സ്പീഡ് കയറിയതിന് ശേഷം പിന്നെയും എൻജിൻ റേസ് ആകുന്നു. ഇങ്ങനെ എൻജിൻ റേസ് ആകുമ്പോഴത്തേക്കും നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും നമ്മുടെ വാഹനത്തിൻ്റെ ക്ലച്ചിൻ്റെ കംപ്ലയിൻറ്റ് കൊണ്ടാണ് ഈ പറയുന്ന പോലെ എൻജിൻ റേസ് ആയി പോകുന്നത്. കാരണം വാഹനത്തിൻ്റെ ഡ്രൈവ് കിട്ടാതെ, അല്ലെങ്കിൽ ടയേഴ്സിലോട്ട് ഡ്രൈവ് ചെല്ലാതെ എൻജിൻ വെറുതെ കിടന്ന് റേസ് ആകുകയാണെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലച്ച് തന്നെയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പുതിയ ക്ലച്ച് മാറിയതിന് ശേഷം പിന്നെയും ഇങ്ങനെ കംപ്ലയിൻറ്റ് വരാനുള്ള കാരണം എന്താണ്? അതായത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞായിരുന്നു, നമ്മുടെ വാഹനത്തിൻ്റെ ക്ലച്ച് കംപ്ലയിൻറ്റ് വന്ന് നമ്മൾ ക്ലച്ച് റീപ്ലേസ് ചെയ്തു. പുതിയ ക്ലച്ച് ഇട്ട് കഴിഞ്ഞാൽ ഉടനെ സ്ലിപ്പ് വരണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും കാരണം? അവിടെ നമുക്ക് ക്ലച്ച് കംപ്ലയിൻ്റ് ആണെന്ന് പറയാൻ സാധിക്കും. ഒരു കാരണവശാലും അത് ക്ലച്ചിൻ്റെ കംപ്ലയിൻ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ചെക്ക് ചെയ്ത് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഗിയർ ബോക്സ് പിന്നെയും അഴിക്കേണ്ടി വരും. അങ്ങനെ ഗിയർ ബോക്സ് അഴിച്ച് ഇറക്കി നോക്കുന്ന സമയത്ത് നമുക്കവിടെ കാണാൻ സാധിക്കും ക്ലച്ചിൻ്റെ പുറത്ത് ഫുള്ള് ഓയിൽ നിൽക്കുന്നത്. അതായത് എൻജിൻ ഓയിൽ ആയിരിക്കത്തില്ല അവിടെ വരാൻ സാധ്യത എന്ന് പറഞ്ഞാൽ, ഏറ്റവും കൂടുതൽ സാധ്യത എന്ന് പറയുമ്പോഴത്തേക്കും ഗിയർ ഓയിലാണ്, ട്രാൻസ്മിഷൻ ഓയിലാണ്. നമ്മുടെ ഗിയർ ബോക്സിനകത്തുള്ള ഓയിൽ ഇൻപുട്ട് ഷാഫ്റ്റ് എന്ന് പറയും. അതായത് ഗിയർ ബോക്സിനകത്തു നിന്നുള്ള ഒരു ട്രാൻസ്മിഷൻ്റെ ഒരു ലൈനാണ് പുറത്തോട്ട് വരുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഡ്രൈവ് ഗിയർ ബോക്സിലോട്ട് പോകാൻ വേണ്ടി വരുന്നൊരു ഷാഫ്റ്റിൻ്റെ അവിടെ ഒരു ഓയിൽ സീൽ വരുന്നുണ്ട്. അതിനെയാണ് ഇൻപുട്ട് ഷാഫ്റ്റ് ഓയിൽ സീൽ എന്ന് പറയുന്നത്. ആ ഒരു ഓയിൽ സീൽ ശരിക്കും ലീക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവിടെ നിന്ന് എന്തെങ്കിലും രീതിക്ക് ലീക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഈ ഓയിൽ നേരെ നമ്മുടെ ക്ലച്ചിലോട്ട് വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വീഴാനുള്ള സാധ്യതയല്ല, വീഴും. അങ്ങനെ ആ വീഴുന്ന ഓയിൽ, അല്ലെങ്കിൽ അവിടെ ഒരു ഓയിലിൻ്റെ പ്രസൻസ് വരുന്ന സമയത്ത് ഇത് നമ്മുടെ ക്ലച്ചുമായിട്ട് കണക്ഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ ക്ലച്ചുമായിട്ട് പറ്റി പിടിച്ച് കഴിഞ്ഞ് ഈ ക്ലച്ച് ഫ്ലൈ വീലിലോട്ട് വരുന്ന സമയത്ത് സ്ലിപ്പ് തുടങ്ങും. അപ്പോൾ കുറച്ച് പേരെങ്കിലും ചോദിക്കുമായിരിക്കും, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ക്ലച്ച് റീപ്ലേസ് ചെയ്തു, ഈ ഒരു ഓയിൽ സീൽ മാറിയിട്ട് ക്ലച്ച് ക്ലീൻ ചെയ്തെടുത്താൽ മതിയോ എന്ന് ചോദിക്കുന്ന ആൾക്കാർ കാണും. ശരിക്കും ക്ലച്ച് ക്ലീൻ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്രോൾ യൂസ് ചെയ്ത് ക്ലീൻ ചെയ്യാൻ സാധിക്കും. ഓർത്തോണം, സാധിക്കും എന്നേ ഞാൻ പറയത്തുള്ളൂ. പക്ഷേ റീയൂസ് ചെയ്യാൻ വേണ്ടി ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യത്തില്ല. കാരണം വൺസ് അതിൽ ഓയിലിൻ്റെ പ്രസൻസ് എവിടെന്നെങ്കിലും വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ സെയിം ഇഷ്യൂ കാണിക്കുന്നതായിരിക്കും. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞേക്കാം, ഗിയർ ഓയിൽ മാത്രമല്ല, ബ്രേക്കിൻ്റെ ഫ്ലൂയിഡ് അവിടെ വീണ് കഴിഞ്ഞാലും പ്രശ്നം വരും. ബ്രേക്ക് ഫ്ലൂയിഡോ? ബ്രേക്ക് ഫ്ലൂയിഡ് അതിന് ക്ലച്ചിൻ്റെ അവിടെ എങ്ങനെ വരാനാണ് സാധ്യത എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ, നമ്മുടെ വാഹനത്തിൽ ഫ്ലൂയിഡ് ക്ലച്ച് വരുന്ന, അതായത് ഫ്ലൂയിഡ് ടൈപ്പ് ക്ലച്ച്, കേബിൾ അസിസ്റ്റ് അല്ലാതെ, അല്ലെങ്കിൽ കേബിൾ യൂസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന അല്ലാതെ ഫ്ലൂയിഡ് യൂസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ക്ലച്ചുകളുണ്ട്. അങ്ങനെ വരുന്ന ഫ്ലൂയിഡ് ഓപ്പറേറ്റഡ് ആയിട്ട് വരുന്ന ക്ലച്ചുകളിനകത്ത് സ്ലേവ് സിലിണ്ടർ, അതായത് സ്ലേവ് സിലിണ്ടർ എന്ന് പറയുന്ന യൂണിറ്റാണ് ക്ലച്ചിനെ പുഷ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ റിലീസ് ബെയറിംഗ് വരുന്ന ആ ഒരു പോർഷൻ്റെ എവിടെന്നെങ്കിലും ബ്രേക്ക് ഫ്ലൂയിഡ് ലീക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ബ്രേക്ക് ഫ്ലൂയിഡ് ഈ ക്ലച്ചിൽ വീണാൽ പോലും ഈ പറഞ്ഞ സെയിം പ്രോബ്ലം കാണിക്കും. ബ്രേക്ക് ഫ്ലൂയിഡ് വൺസ് നമ്മുടെ ക്ലച്ചിൻ്റെ പുറത്ത് വീണിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും അത് വാഷ് ചെയ്തെടുക്കില്ല, അല്ലെങ്കിൽ പെട്രോളിലാണെങ്കിൽ പോലും വാഷ് ചെയ്തെടുക്കരുത്. ഒരു കാര്യമില്ല, അത് പെട്ടെന്ന് പിന്നെ ദ്രവിച്ച് മൊത്തത്തിൽ പോകുന്നേ ഉള്ളൂ. അതുകൊണ്ട് അവിടെ ഒരു ലാഭം നോക്കരുത്, എത്രയും പെട്ടെന്ന് ആ ക്ലച്ച് മാറിവിടുക, അതാണ് ഏറ്റവും നല്ലത്.